എപ്പോഴും സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷവും വിലപേശലുമൊക്കെ രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ പോലും ഒരു പുഞ്ചിരിയോടുകൂടി അതിനെ നേരിട്ട് ആ പ്രശ്നങ്ങളെ അതിജീവിച്ച ഒരു സൗമ്യ സാന്നിധ്യമായിരുന്നു മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഏത് കൊടുങ്കാറ്റ് വന്നാലും അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ ഒരു തണൽ കാണാം, ഒരു ശാന്തത കാണാം. അതായിരുന്നു കേരളത്തിന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. 16 വർഷമാവുന്നു ആ സാന്നിധ്യം നമ്മെ വിട്ടുപോയിട്ട്. മായാത്ത മന്ദഹാസം, നിലക്കാത്ത സ്നേഹവും കാരുണ്യവും, രാഷ്ട്രീയവും മതവും സാമൂഹ്യ സേവനവും ഒരാളിൽ സമ്മേളിച്ച അപൂർവ വ്യക്തിത്വം. പകരം വെക്കാനാകാത്ത ചരിത്ര നിയോഗമായിരുന്നു പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മറ്റാർക്കും എളുപ്പം സാധ്യമാകാത്ത മൗനം കൊണ്ടും സൗമ്യത കൊണ്ടും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് ശിഹാബ് തങ്ങൾ. മതേതരത്വം എന്ന വാക്കിന് ജീവിതം കൊണ്ട് വ്യാഖ്യാനം നൽകിയ മാതൃകയായിരുന്നു ശിഹാബ് തങ്ങളുടേത്. ബാബരി മസ്ജിദിന്റെ ധ്വംസന നാളിൽ മലയാളക്കരയിലെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾക്ക് ശിഹാബ് തങ്ങളുടെ സ്വരമായിരുന്നെന്ന് പറഞ്ഞവർ ഏറെയുണ്ട്. പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന്റെ വരാന്തയിലെ വട്ടമേശയടക്കം ചരിത്രത്തിന്റെ ഭാഗമായത് അങ്ങനെയാണ്. ജാതിമത ദേശഭാഷകൾക്കതീതമായി ആ വട്ടമേശക്കരികിൽ സ്വതന്ത്രമായി എന്നും തങ്ങളുണ്ടായിരുന്നു. മലർക്കെ തുറന്നിട്ട ആ കവാടം ആദ്യമായി അടഞ്ഞത് അന്നാണ്, 16 വർഷങ്ങൾക്ക് മുമ്പ്, 2009 ഓഗസ്റ്റ് 1. 3.5 പതിറ്റാണ്ടുകാലം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ചലിച്ചത് തങ്ങളിലൂടെയാണ്. രാഷ്ട്രീയത്തിൽ അമരത്തിലിരിക്കുമ്പോഴും പ്രതിയോഗികൾക്ക് വരെ ആദരണീയനായിരുന്നു ശിഹാബ് തങ്ങൾ. അവസരങ്ങൾ മലർക്കെ തുറക്കപ്പെട്ടിട്ടും അധികാര രാഷ്ട്രീയത്തിൽ നിന്നും അകന്നു നിന്ന ജീവിതം. മുസ്ലിം ലീഗിനും മതേതര കാഴ്ചകൾ വെല്ലുവിളി നേരിടുന്ന വർത്തമാനകാല ഇന്ത്യക്കും 16 വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ വിടവ് അവശേഷിക്കുകയാണ്, ഇനിയും നികത്താനാകാതെ. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.